തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മഹൽ സ്നേഹം പരലോക പിതാവോദൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, ട്രിവാൻഡ്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ പുതിയ ദിവസത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഇരിക്കുവാനും ദൈവത്തിന്റെ ആലോചന കേൾക്കുവാനും ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ഒട്ടനവധി കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ ദൈവത്തിന്റെ ദാസൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ 1-ാമത്തെ കാര്യം താൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പലവിധങ്ങളായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് കർത്താവിലുള്ള പ്രത്യാശയോടുകൂടെ നാം ജീവിക്കണം. 2-ാമത് താൻ അവിടെ ഓർപ്പിക്കുന്നത്, നാം നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിക്കണം. ഈ 2 കാര്യങ്ങൾ ഓരോ ദൈവ പൈതലും ചെയ്യുമ്പോൾ അവരുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അല്പനടപ്പിൽ വിശുദ്ധരാകുവാനല്ല ദൈവത്തിന്റെ ആഹ്വാനം, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഒരു കാലത്ത് നമ്മുടെ എല്ലാ നടപ്പിലും ഉണ്ടായിരുന്നത് അശുദ്ധിയായിരുന്നു. ആ അശുദ്ധി നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ മുഴുവനും കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ വിശുദ്ധരാക്കി തീർത്ത ദൈവം നമ്മളോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, നിങ്ങളെ വീണ്ടെടുത്ത ആ വിശുദ്ധന് ഒത്തവണ്ണം നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ആ വാക്യത്തിൽ തന്നെ ഉണ്ട്, വിശുദ്ധിയുടെ പടവിലേക്ക് പോകുന്ന ഓരോ ആളുകളും അവർ അനുസരണമുള്ള മക്കളായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതും ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. അനുസരണമുള്ള വ്യക്തികൾ വിശുദ്ധിയിലേക്ക് അവർ പോകുന്നു. അനുസരണമില്ലാത്ത ആളുകൾ, അവരിൽ അശുദ്ധി ധാരാളം കാണപ്പെടുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അപ്പം അനുസരണത്തിന്റെ ഫലം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ നമ്മളെ തുടരുവാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണമാണ്. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്ക് ഈ വിശുദ്ധനായ ദൈവത്തെ, ആ ദൈവം വിശുദ്ധനാണെന്നോ
അവിടുത്തെ സ്വഭാവമനുസരിച്ച് ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ആളുകളും വിശുദ്ധരായി ജീവിക്കണമെന്നോ അവർക്ക് യാതൊരു തരത്തിലുമുള്ള ഉറപ്പ് ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് അവരോട് പറയുവാനുള്ളത്, നിങ്ങൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നാണ്. ഈ ദിവസവും കർത്താവിന്റെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം, നമുക്കിത് അനുസരിക്കാം. അനുസരണത്തിന്റെ ഫലം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നമ്മളെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നാം ഇന്നൊരു പക്ഷേ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോഴും ദൈവാത്മാ നമ്മോട് ഓർപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ പ്രബോധനം നമ്മളോട് പറയുന്ന ആൾ തന്നെ ഏറ്റവും പരിശുദ്ധനായ ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ആ വാക്കുകൾ അനുസരിക്കാം. ദൈവദിനത്തിൽ എഴുതിയിരിക്കുന്നതിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ എല്ലാ നടപ്പിലും വിശുദ്ധിയോടുകൂടെ കർത്താവിന് പ്രസാദമുള്ള ജീവിതം നമുക്കിന്നും നയിക്കാം. ദൈവാത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ. മഹൽ സ്നേഹം പരലോക പിതാവോടൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം പരലോക പിതാവോടൻ മകനെ മരിപ്പതിനായി കുരിശിൽ